ജയ്പൂരിൽ നിന്ന് 110 കിലോമീറ്റർ ദൂരമുണ്ട് സിക്കാർ മണ്ഡലത്തിലേക്ക്. രാജസ്ഥാനിൽ CPMന്റെ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലം കൂടിയാണ് സിക്കാർ. 4 തവണ സിക്കാറിൻ്റെ ഭാഗമായ ദോദിൽ നിന്ന് വിജയിച്ച് MLA ആയ കർഷക നേതാവ് കൂടിയായ അമ്രാറാമാണ് ഇവിടെ ജനവിധി തേടുന്നത്. അതും കോൺഗ്രസ് വിട്ടു നൽകിയ സീറ്റിലാണ് അമ്രാറാം മത്സരിക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ വിളവെടുക്കാറായ ഗോതമ്പ് പാടങ്ങളാണ്. सितारा का निशान जिस पे करना है इस बार हमें आने वाली 19 अप्रैल के दिन जमकर झूम कर मतदान। मैदान में अगर हम डट जाए मुश्किल है कि पीछे हट जाए। ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമ്രാറാമിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. കാരണം കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ച് രാജസ്ഥാനിൽ BJPക്കും കോൺഗ്രസിനും മേധാവിത്വമുള്ള ഈ മണ്ണിൽ CPMന് ഒരു ശക്തി ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. സർ, വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? जो भारतीय जनता पार्टी के 10 साल को कुशासन है, जिसने किसान को, जवान को, छोटे व्यापारी को, आम आदमी को त्रस्त किया है, काले कानून उनके खिलाफ बढ़ाने का काम किया है, उन सब को समाप्त करना और इस कुशासन को समाप्त करना ही हमारा सबसे बड़ा एक्सपेक्टेशन है। രാജസ്ഥാൻ്റെ എഡ്യൂക്കേഷണൽ ഹബ്ബ് കൂടിയാണ് സിക്കർ. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി മലയാളികൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ സിക്കറിലെ ഒരു രാഷ്ട്രീയം വിലയിരുത്തുന്നുണ്ട്. കൂട്ടത്തിലെ ഏറ്റവും സീനിയറായ ഡേവിഡ് അങ്കിളാണ്. അങ്കിള് കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഇവിടെ പക്ഷേ കോൺഗ്രസിന് CPMന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു. വർഷങ്ങളായി ഇവിടെയുള്ള ആളാണ്. എങ്ങനെ ഈ സ്ഥിതി വിലയിരുത്തും? ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് കേരളത്തിൽ ഇവർ തമ്മിൽ യോജിക്കത്തില്ല. പക്ഷേ ഇവിടുത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരമാണ് കോൺഗ്രസ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുത്തത്. ഒരിക്കലും ചെയ്യണ്ടായിരുന്നു അങ്ങനെ. കാരണം അങ്ങനെ ചെയ്തുകൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്തു, അവരുടെ ഒരു പരാജയം അവർ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഒരു ഒപ്പോസിഷൻ എപ്പോഴും ഒരു ആ സീറ്റിനെ അങ്ങനെ കൺസിഡർ ചെയ്യാതിരിക്കേണ്ടായിരുന്നു. ഒരു അലയൻസ് ചെയ്യാതെ അവരുടെ ആ പ്രൊപ്പോർഷൻ വോട്ട് ബാങ്കിനെ അവരങ്ങനെ ഒരു നിരാശപ്പെടുത്തായിരുന്നു ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കഴിഞ്ഞ 2 പാർലമെൻറ്റ് ഇലക്ഷനിലും ബഹുഭൂരിപക്ഷത്തോടുകൂടി BJP ആണ് ജയിച്ചിരിക്കുന്നത്. അവർ നല്ല കാര്യങ്ങൾ ഏറെക്കുറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണലായ ഒപ്പീനിയൻ BJP ഇവിടെ ജയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. രാജസ്ഥാൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം പോലല്ല രാജസ്ഥാൻ്റെ രാഷ്ട്രീയം. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹർത്താലില്ല, ഇവിടെ കല്ലേറില്ല, പിടിച്ചുപറിയില്ല, ഈങ്കിലാവിളി സിന്താവില്ല. ഇത് രാജസ്ഥാൻ്റെ മണ്ണിൽ നമ്മൾ നോക്കുന്നതായിരിക്കുന്ന 5 വർഷം കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാൽ 5 വർഷം BJP ആണ് ഭരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഇതിങ്ങനെ വന്നത് എന്തുകൊണ്ടെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ആകരുതായിരുന്നു, കോൺഗ്രസ് ഇത് വിട്ടുകൊടുക്കരുതായിരുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഇവിടെ ഒരു സീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുന്നോട്ടം വരേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. സിക്കറിലേത് പ്രസ്റ്റീജ് മത്സരമായിട്ടാണ് BJP കാണുന്നത്. താരപ്രചാരകർ തന്നെയാണ് സ്വാമി സുമേധാനന്ദ സരസ്വതിയുടെ വിജയത്തിനു വേണ്ടി പ്രയത്നിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ സ്വാമി സുമേധാനന്ദ സരസ്വതിക്കൊപ്പം പങ്കെടുക്കുന്നത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. जो भी आदेश करेंगे, 10 साल में मैंने सेवा की है, आने वाले समय फिर उसी प्रकार से उससे भी और अधिक, जो कि 10 साल का अनुभव भी काम आएगा। अपने क्षेत्र के विकास में किसी प्रकार की को कमी नहीं छोड़ूंगा और आप लोगों के लिए भी हमेशा मेरे दरवाजे खुले रहते हैं। मैं तो रात को भी गेट बंद नहीं करता हूँ। देश के अंदर उत्तर हो, दक्षिण हो, पूरब हो, पश्चिम हो, सर्वत्र
पहले से परिणाम के बारे में हर व्यक्ति आश्वस्त है। कहीं भी आप जाइए, लोग एक ही बात बोलते हैं और वह आवाज है कि फिर एक बार मोदी सरकार। സിക്കറിൽ ഇത് വിളവെടുപ്പിൻ്റെ കാലമാണ്. ഗോതമ്പുണ്ട്, മില്ലറ്റുണ്ട്, നിലക്കടലയുണ്ട്, അങ്ങനെയൊക്കെ. വാസ്തവത്തിൽ കോൺഗ്രസ് സമ്മാനിച്ച സീറ്റിൽ വിജയം വിളവെടുക്കേണ്ട ബാധ്യത CPM-നും ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. മറുവശത്താകട്ടെ ഈ മണ്ഡലം 3ാം തവണയും നിലനിർത്തേണ്ട ബാധ്യത BJP-ക്കുമുണ്ട്. സിക്കറിൽ നിന്നും ക്യാമറാമാൻ ബിനു തോമസിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.